എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവരുടെ നേതാവിനെ പുകഴ്ത്തുന്നതിന് കുഴപ്പമില്ല. കാരണം തമ്പ്രാന്റെ അടിമകൾക്ക് തമ്പ്രാനെ പുകഴ്ത്താനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ തിരുത്താൻ ഞാൻ ആരുമല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷേ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജനവികാരം മനസ്സിലാകുന്നില്ല എന്ന് ഈ ഒറ്റ പാട്ടിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ടല്ലോ. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാട്ടുകാരുടെ ജനവികാരം ഇവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വികാരം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? 2016 മുതലുള്ള DA കുടിശ്ശികയും 2019 മുതലുള്ള ശമ്പള വർധനവ് മൂലം കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതൊക്കെ കിട്ടാതിരിക്കുമ്പോൾ പാട്ട് പാടിയിട്ടെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരു പക്ഷേ അത് ശരിയാണ്, അങ്ങനെ നടക്കട്ടെ. എന്താ ഇത്? എന്തിനാ കരയുന്നേ? പക്ഷെ ഇവിടെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ, പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ, ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട്ലി റൈറ്റ് ആണ്. പിന്നെ ചെങ്കനൽ കണക്കൊരാളെന്ന് പറഞ്ഞാൽ അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ RSSന് അടിമവേല ചെയ്യുന്ന ADGPയെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ചെങ്കനൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല. നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അടുത്ത് ചെങ്കൊടി കയ്യിലേന്തിയെന്ന് കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത് ചെങ്കൊടിയല്ല, RSSന്റെ കാവിക്കൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇനി കേരളം നയിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല, അദ്ദേഹം നന്നായിട്ട് തന്നെ നയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഇവിടെ കവി പറയുന്നത് എന്താ, മറ്റ് രാജ്യങ്ങളിൽ പോലും പോയി വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു, സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത്. അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തില് നമ്മൾ മലയാളികളെ കുറെ കവിതയൊക്കെ താങ്കൾ ഉദ്ധരിച്ചല്ലോ, മലയാള കവിതയുടെ വിപ്ലവകരമായിട്ടുള്ള ഈ മാറ്റം കാണുമ്പോൾ കേരളത്തിലെ CPMന്റെ സാധാരണപ്പെട്ട സഹാക്കർ പുളകം കൊള്ളുന്നുണ്ടാവും. കാരണം ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ എന്തായി? ഇത്തരം കവിതകൾ എഴുതുന്ന ആളുകൾ, ഈ ആളുകളെയൊക്കെ നമ്മൾ എന്താ പറയാ, ഈ കാലിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക്, ചിത്രഗുപ്തന്റെ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ കാറും മറ്റ് ജോലിയും പുനർനിയമവും ഒക്കെ കിട്ടുമ്പോ സാധാരണ മനുഷ്യർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കണ്ടേ? എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. കേരളത്തിലെ CPMന്റെ ഫിനിഷിംഗ് പക്ഷിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാട് ഇതൊന്നും ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത 5-6 മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. അതുപോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, കാലിയായിട്ടുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ഉള്ളതിന് വില വർദ്ധിപ്പിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ പോയി സാധാരണ മനുഷ്യരുടെ കൗളത്തെ തട്ടിക്കൊണ്ട് നിങ്ങൾ ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. മനുഷ്യനായ നാണം വേണം. ശമ്പളം മുടങ്ങുന്ന KSRTCയിലെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരോടെങ്കിലും ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.